നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോളാർ സരിതയുടെ സാരിത്തുമ്പിൽ തൂങ്ങി മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് 10 വർഷങ്ങൾ. കിട്ടിയതോ കുറേ ബാറുകളും കുറേ ബിവറേജുകളും 2 കിറ്റും. കൂടുതൽ എന്ത് വേണം? ഇപ്പോൾ അടുത്ത ചില സ്ത്രീകളുടെ സാരിത്തുമ്പിൽ തൂങ്ങാൻ സർക്കാർ പോലും തയ്യാറെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ലജ്ജ തോന്നുന്നു. ലജ്ജ തോന്നുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത റിനി എന്ന യുവനടി എന്നാണ് പറയുന്നത്. ആ നടി എന്നുള്ളത് ഒഴിവാക്കണം എന്നെൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ പത്രമാധ്യമങ്ങളുമൊക്കെ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ നടി അല്ലെങ്കിൽ നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്നൊക്കെ പറയുമ്പോൾ ആ രംഗത്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങളെങ്കിലും ചെയ്തിരിക്കണമല്ലോ. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമേ അങ്ങനെ സംബോധന ചെയ്യാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഒരു ട്രീ കട്ടിംഗ് ചാനലിൻ്റെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സംഭവം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് കൊലയാളിയാക്കാം, അങ്ങനെയാക്കി ആ ചാനൽ പുറത്തുവിട്ട ചില വ്യാജ വാർത്തകൾ. ഗർഭം ഇപ്പോഴുണ്ട്, ഗർഭം അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അരുണൊക്കെ കിടന്നങ്ങ് മെഴുകുകയായിരുന്നു കുറേ ദിവസങ്ങളായി. രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊന്നേ അടങ്ങൂ എന്നുള്ള നിലയിലായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും അത് മിണ്ടാതെ ഇരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിയമസഭയിൽ വരെ കയറി ചെന്നു. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശത്രുക്കൾ CPM-ൽ മാത്രമല്ല കോൺഗ്രസിലും ഉണ്ട് എന്നുള്ളത്. പക്ഷേ എന്താണെങ്കിലും നിയമസഭയിൽ അയാൾ കയറി ചെന്നു. അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടിയും വന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ശനിയാഴ്ച പാലക്കാട് എത്തും എന്നാണ് പറയുന്നത്. അയാൾ പാലക്കാട് എത്തും. പാലക്കാട് നെഞ്ചു വിരിച്ച് നിൽക്കും. പാലക്കാട് ജനത രാഹുൽ മാങ്കൂട്ടത്തിനെ അവരെ ചേർത്ത് നിർത്തും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം ഈ കേസിൽ ഇപ്പോൾ ഒരു നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നു. നിങ്ങൾ പല ആളുകളും അത് കണ്ടു കാണും. അതായത് ഈ പരാതി ആദ്യം ഉന്നയിച്ച റിനി ജോർജ് ഇതേവരെയും കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ക്രൈംബ്രാഞ്ച് പക്ഷേ സ്വമേധയാ ഇവരെ പിടിച്ചൊരു വാദിയാക്കി കളയാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ തെളിവുമില്ല, ഒരു പുല്ലുമില്ല. ആകെപ്പാടെ ഏതാണ്ട് 2-3 ചാറ്റുകൾ മാത്രമുണ്ട്. അത് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യവുമില്ല. അന്ന് വളരെ എന്താ പറയുക, പത്രമാധ്യമങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി വളരെ ഇതായിട്ടൊരു പത്രസമ്മേളനമൊക്കെ നടത്തി ഒരു ചെറുപ്പക്കാരനെ കുരിശിലേറ്റിയപ്പോൾ അയാൾക്കും ഒരു കുടുംബമുണ്ട്, അയാൾക്കും ഒരു പൊതുജന സേവകനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അയാളുടെ ഗർഭം അന്വേഷിച്ചാണ് കേരളം മുഴുവൻ, കർണാടകയിലും അതേപോലെ തമിഴ്നാട്ടിലുമൊക്കെ ഇവിടുന്ന് ക്രൈംബ്രാഞ്ച് പായുകയായിരുന്നു. എവിടൊക്കെ ആരൊക്കെ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ ആ ഗർഭചിത്രം നടത്തിയ സ്ഥലങ്ങളിൽ മുഴുവൻ ക്രൈംബ്രാഞ്ച് പോയി. ഇത് ആരുടെ ഗർഭമാണ് ഇവിടെ ഗർഭചിത്രം നടത്തിയത്, അബോർഷൻ നടത്തിയവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ 2-3 സംസ്ഥാനങ്ങളിൽ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അലയുകയായിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഒരു മനുഷ്യൻ പോലും ഒരു കേസിന് ഇതുവരെയും പോയിട്ടില്ല. അങ്ങനെ അവസാനം ഗതികെട്ട് ക്രൈംബ്രാഞ്ച് പോയി ചെന്നത് ഈ റിനിയുടെ അടുത്തായിരുന്നു. എന്നാൽ റിനിയെ പിടിച്ച് വാദിയാക്കി കളയാം. അപ്പോൾ അവർ പറയുന്നു, എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു, എൻ്റെ കയ്യിൽ തെളിവൊന്നും ഇല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ആദ്യം കുറേ ചാറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചാറ്റിലൂടെ ആദ്യമായി ആരും ഗർഭം ധരിച്ചതായി നമ്മൾക്ക് കേട്ടുകേൾവി പോലുമില്ല. അങ്ങനെ റിനിയും ജോർജ് കൈമലത്തി. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇവരെ പ്രലോഭിപ്പിച്ച് ഇനി കേസെടുത്ത് അങ്ങ് കോടതിയിൽ ചെന്നാൽ പോലും ഈ കേസ് നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായി ക്രൈംബ്രാഞ്ചിന് നിയമോപദേശവും കിട്ടി. ഇനി എന്ത് പിണ്ണാക്കെടുത്തിട്ട് കേസെടുക്കും എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ചും പോലീസും. ഇങ്ങനെ കുറേ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആരെയെങ്കിലും രാഷ്ട്രീയമായി വകവരുത്തണമെങ്കിൽ, ആരെയെങ്കിലും തങ്ങളുടെ ഇംഗിതത്തിൽ നിൽക്കുന്നവരെ ഇംഗിതത്തിന് നിൽക്കാത്തവരെ ഒന്ന് പെരുമാറണമെങ്കിൽ, അവരെ പൊതുജന മധ്യത്തിൽ നാറ്റിക്കണമെങ്കിൽ ഒരു പെൺകേസ് മതി. നാട്ടിൽ എത്ര പെൺകേസുകളാണ്. UDF-ൻ്റെ കാലത്തും LDF-ൻ്റെ കാലത്തും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. LDF-ൻ്റെ ആ നേതൃനിലയിലിരിക്കുന്ന ആളുകളുടെ ഈ എണ്ണം പറഞ്ഞാൽ സത്യത്തിൽ ഒരു 10-15 മിനിറ്റ് വീഡിയോ പോലും മതിയാകില്ല. അങ്ങ് മേളയറ്റം പോലെ തുടങ്ങും. മേളയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങ് പോളിറ്റ് ബ്യൂറോയിലെ തലവനായിരിക്കുന്ന ആളുകളുടെ പേരിൽ പോലും പേരുദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
അതൊന്നും അതിശയോക്തിയല്ല. പിന്നെ നിയമസഭയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയോ പേർ, സരിതയുടെ സാരിത്തുമ്പിൽ താങ്ങി നടക്കുന്ന എത്രയോ പേർ, അവർ പേര് വെളിപ്പെടുത്തിയ എത്രയോ പേർ, അവർക്ക് ഒരാളിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞ ഒരാൾ, അങ്ങനെ എത്രയെത്ര കഥകളാണ് ഈ LDFിൻ്റെ നേതാക്കന്മാരുടേതായി ഇങ്ങനെ പുറത്തു വന്നത്. ഇവർക്കൊക്കെ ഇത് പറയാൻ എന്താണ് അവകാശം? ഇതിനിടയ്ക്ക് നമ്മുടെ ശിവൻകുട്ടി എണ്ണം പറയുന്നത് കേട്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരാൻ അർഹനല്ല, അയാൾ സ്വമേധയാ മാറിപ്പോകണമെന്ന്. എൻ്റെ അണ്ണ, ഒരിക്കലും ഇങ്ങനെ ആളുകളുടെ തോളെ കൂടെയൊക്കെ ചവിട്ടി കയറി കിണങ്ങാമണിയൊക്കെ കാണിച്ചിങ്ങനെ പോയി അവിടുത്തെ കമ്പ്യൂട്ടർ റൂമൊക്കെ എടുത്ത് അടിച്ച് നശിപ്പിച്ച ഒരാളാണല്ലോ താങ്കൾ. ആ സമയത്തൊന്നും തോന്നാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകരെയും കൂടെ ഒന്ന് നന്നാക്കിയാൽ കൊള്ളായിരുന്നു. അവരാരും സഭയിൽ വരാതിരിക്കാൻ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ സഭയിലെ എണ്ണം ഒരുപാട് കുറഞ്ഞേനെ. അത് കൊല്ലം ജില്ലയിൽ നിന്നാണെങ്കിലും പത്തനംതിട്ടയിൽ നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും ഒക്കെ കുറേ അധികം ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എപ്പോഴും. അങ്ങനെ എന്താണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും തൂക്കിക്കൊല്ലാം എന്ന് വിചാരിച്ച ആളുകളൊക്കെ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു. അതിന് പ്രധാനമായും ക്രൈംബ്രാഞ്ച് പറഞ്ഞ മറ്റൊരു കാരണം കൂടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഞാനൊക്കെ പോയി മൊഴി കൊടുത്ത കൂട്ടത്തിലുള്ളതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 55ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ പോക്സോ കേസ് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തായി? അത് മുഴുവൻ സർക്കാർ മുക്കിയില്ലേ? ആർക്ക് വേണ്ടിയാണ് ആ കേസുകൾ മുക്കിയത്? ഈ 55 കേസുകൾ എടുത്ത, പോക്സോ കേസ് പോലും എടുത്ത, അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടായിരുന്ന മലയാള സിനിമയിലെ 15 പ്രമുഖന്മാർ അതിനകത്ത് അടങ്ങുന്ന ഒരു റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സിനിമ ഇൻഡസ്ട്രിയിലെ ഏത് വമ്പന്മാരാണ് കളിച്ചത്? ആരാണ് സർക്കാരിന് ഇതിനോട് കൂട്ടു നിൽക്കാൻ വേണ്ടി പ്രേരണപ്പിച്ചത്, പ്രേരണയാക്കിയത്? ഇതൊക്കെ അന്വേഷിച്ച് നമ്മൾ ചെന്നാൽ സത്യത്തിൽ നമുക്ക് ചിരി വരും. ചിരി വരുന്നതല്ല, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവും. അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വെള്ളത്തിൽ വരച്ച വര പോലെയായി പോകും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും എന്നുള്ളത് 100% അറിയാം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ചിലപ്പോൾ ആൾക്കാർ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കമൻറ്റിലൊക്കെ തെറിയുമോ ഒക്കെ ആയിട്ട് വന്നേക്കാം. എത്ര തെറിയുമായി വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും ഇങ്ങനെ അധിക്ഷേപിച്ച് അയാളെ അങ്ങ് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും എന്നൊരു SFI നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇനിയും പിന്നാലെ നടന്നാൽ, ഈ ഓരോ 10 ആളുകൾ പിന്നാലെ ചെല്ലുമ്പോഴും 100 ആളുകളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം.